വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന അധികൃതരുടെ സമീപനം നിരുത്തരവാദിത്തപരമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി കോതമംഗലത്ത് നടന്ന INTUC നേതൃത്വതല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന അധികൃതരുടെ സമീപനം നിരുത്തരവാദപരമാണെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ ആ വെരിഫിക്കേഷനിൽ നമ്മൾ 10 ലക്ഷത്തിലാണ് മെമ്പർമാരെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയാണ്. 3.5 ലക്ഷം പേര് നമുക്ക് എറണാകുളം ജില്ലയിൽ ഏതാണ്ട് 90 യൂണിയനിൽ നിന്ന് 3 ലക്ഷം തൊഴിലാളികൾ നമുക്ക് ക്വാളിഫിക്കാൻ പറ്റും എറണാകുളം ജില്ലയിൽ. അപ്പൊ അന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ യൂണിയനുകളിലും നമ്മൾ സജീവമാക്കി ആനുകൂല്യം കൃത്യമായിട്ട് കൊടുത്തു. സെൻട്രൽ സ്റ്റേറ്റിന്റെ അപ്ഡേറ്റ് ലക്ഷക്കണക്കിന് നമ്മൾ അടച്ചു. അങ്ങനെ നമ്മൾ എല്ലാ രേഖകളും ഹാജരാക്കി നമ്മുടെ ഓഫീസിൽ വന്ന് വെരിഫൈ ചെയ്തിട്ടാണ് 3.5 ലക്ഷം തൊഴിലാളികളുടെ കണക്ക് നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്തു. എല്ലാ യൂണിയനും സർട്ടിഫിക്കറ്റ് കമ്മിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓഫീസിൽ ചെയ്തു. അതേപോലുള്ള ഒരു മൂവ്മെന്റ് നമ്മൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് സെൻട്രൽ വെരിഫിക്കേഷൻ നമുക്ക് താഴേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല. വരാൻ പോകുന്ന കാലം പോലെ തൊഴിലാളി വിരുദ്ധ സമീപനം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരായ ശക്തമായ മുന്നേറ്റം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നമ്മൾ നമ്പർ 1 ആണ്. യാതൊരു സംശയമല്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മണ്ഡലം പ്രസിഡന്റുമാർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വഴി നമുക്ക് നടത്തേണ്ടിയിരിക്കും. കോതമംഗലം കോൺഗ്രസ് ഭവനിൽ INTUC നേതൃതല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനരോഷം താൽക്കാലികമായി ശമിപ്പിക്കുന്നതിനുള്ള ഉപായമായി സർക്കാരിന്റെ നഷ്ടപരിഹാര പ്രഖ്യാപനങ്ങൾ മാറുകയാണെന്നും തൊഴിലാളി കുടുംബങ്ങളാണ് വന്യജീവി ആക്രമണങ്ങൾക്ക് കൂടുതൽ ഇരകളായി മാറുന്നതെന്നും അധികൃതർ നിസ്സംഗത തുടരുന്ന പക്ഷം ജനങ്ങളെ അണിനിരത്തി തുടർ പ്രക്ഷോഭങ്ങൾക്ക് INTUC നേതൃത്വം നൽകുമെന്നും KK ഇബ്രാഹിംകുട്ടി മുന്നറിയിപ്പ് നൽകി. റീജിയണൽ വൈസ് പ്രസിഡന്റ് KC മാത്യൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ നഗരസഭാ ചെയർമാൻ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ഗോപി നാടുകാണിയെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ INTUC റീജിയണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ, അഡ്വക്കേറ്റ് ബേസിൽ ജോയ്, സ്ലീബ സാമുവൽ, ജിജി സാജു, ചന്ദ്രലേഖ ശശിധരൻ, സീതി മുഹമ്മദ്, ബേസിൽ തണ്ണിക്കോട്ട്, CJ എൽദോസ്, ഭാനുമതി രാജു, KE കാസിം, വിൽസൺ കൊച്ചുപറമ്പിൽ, ബഷീർ ചിറങ്ങര, PM മൈദീൻ, അലി പടിഞ്ഞാറച്ചാലി, എബി നമ്പിച്ചൻകുടി, സുരേഷ് ആലപ്പാട്, പ്രഹ്ലാദൻ കുട്ടമ്പുഴ, KV ആന്റണി, അനിൽ രാമൻ നായർ, MS നിബു, KM സലീം, ഗുണവതി ശിവദാസൻ, ജിജോ കവളങ്ങാട്, റസാഖ് നേര്യമംഗലം, ജോണി മാറാച്ചേരി, CK ജോർജ്, മാർട്ടിൻ CY, സാബു ഉപ്പുകണ്ടം, അയ്യപ്പൻ നായർ, വിജയൻ നായർ, PK കുഞ്ഞ്, കാസിം തങ്കളം, ഓമന വാസു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റു വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.